അത് ആ കേസുകളെ കുറിച്ച് ശരിയായി നമ്മൾ പരിശോധിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ UDF നടത്തുന്ന വ്യാജ പ്രചരണത്തിൽ ജനങ്ങൾ വീണതുകൊണ്ടുമാണ്. ഏത് കേസാണ് ശരിയായ നിലയിൽ അന്വേഷിക്കാത്തത്? എല്ലാ കേസും ശരിയായ നിലയിലാണ് അന്വേഷിക്കുന്നത്. എല്ലാ കേസുകളും അതിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് അന്വേഷിക്കുന്നത്. അതിപ്പോ മാസപ്പടി കേസ് അന്വേഷിക്കുന്നതായാലും നേരത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷിച്ചതായാലും ആളുകൾ രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അനുസരിച്ചല്ല കേസുകൾ അന്വേഷിക്കുന്നത്. കേസുകൾ അന്വേഷിക്കുന്നത് അതിന്റെ മെറിറ്റിലാണ്. കേസുകൾ അന്വേഷിച്ച് ലഭ്യമാവുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ കേസുകളും ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ഡോളർ കടത്ത് കേസും അതിന്റെ അന്തിമമായിട്ടുള്ള വിധി തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. അതിനകത്ത് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ കേസും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരഴിമതി കേസും മോദി സർക്കാരിന്റെ കാലത്ത് ഒരഴിമതി കേസും അന്വേഷിക്കപ്പെടാതെ പോയിട്ടില്ല. ഒരു വശത്ത് രാഷ്ട്രീയ വേട്ടയാണ് എന്ന് ആക്ഷേപിക്കുകയും മറുവശത്ത് ഈ കേസുകളെല്ലാം അന്വേഷിക്കുന്നത് ശരിയായ നിലയിലല്ല എന്ന് പറയുകയും ചെയ്യുന്നതിന്റെ വൈരുദ്ധ്യം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം എല്ലാ കേസുകളും ശരിയായ നിലയിലാണ് അന്വേഷിക്കുന്നത്. ഈ കേസിൽ വലിയൊരു വർത്തമാനം ഇപ്പോ പ്രതിപക്ഷം പറയുന്നില്ലല്ലോ. പ്രതിപക്ഷം ആദ്യം വിചാരിച്ചത് മാസപ്പടി കേസ് ശരിയായ നിലയിൽ അന്വേഷിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ബഹളം മുഴുവൻ വെച്ചത്. മാസപ്പടി കേസ് ശരിയായി അന്വേഷിക്കുമ്പോൾ പിണറായി വിജയനും മകളും മാത്രമല്ല UDF നേതാക്കൾക്കും അത് തലവേദന ഉണ്ടാക്കുന്ന കേസാണ്. അവരും സ്വീകരിച്ചിരിക്കുന്ന മാതൃക LDFന്റെ മുഖ്യമന്ത്രിയും മകളും സ്വീകരിച്ച മാതൃക തന്നെയാണ്. ഇത് ഒരു സ്ഥാപനത്തിൽ മാത്രമല്ല കേരളത്തിൽ പല സ്ഥാപനങ്ങളിലും ഇത് നടക്കുകയാണ്. ഇത്തരത്തിലുള്ള മാസപ്പടി വാങ്ങി കുത്തക കമ്പനികളിൽ നിന്ന് മാസപ്പടി വാങ്ങി ഉപജീവനം കഴിക്കുന്നവരാണ് LDFന്റെയും UDFന്റെയും പ്രമുഖരായിട്ടുള്ള പല നേതാക്കൾ. അവർ പാർട്ടി നടത്തുന്നത് തന്നെ ഇത്തരം മാസപ്പടിയോടെ. ഇന്ന് ഈ ബജറ്റിൽ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. അതിനി അടുത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു കൊള്ളയാണ് ഈ നദികളിലെ മണൽ വാരൽ. ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നദികളിൽ നിന്ന് മണൽ വാരും. നമ്മൾ കേട്ടാൽ വിചാരിക്കും ഈ പ്രളയമൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. പ്രളയം പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ സാധാരണക്കാരെ സഹായിക്കാനുള്ള പരിപാടി. ഉദ്ദേശം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ തവണ ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ഇതിന്റെ പിന്നിൽ വൻ രാഷ്ട്രീയ ഇടപെടലുകൾ. ഇതൊന്നും സുതാര്യമായിട്ടല്ല നടക്കാൻ പോകുന്നത്. കോടികളുടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ കൊള്ള പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഇടപാടുകളാണ് അവർ ചെയ്യുന്നത്. ഇത് തന്നെയാണ് UDFും ചെയ്തുകൊണ്ടിരുന്നത്, LDFും ചെയ്യുന്നത്. അതുകൊണ്ട് BJP ഭരിക്കുമ്പോൾ, കേന്ദ്രത്തിൽ NDA സർക്കാർ ഭരിക്കുമ്പോൾ, മോദി സർക്കാർ ഭരിക്കുമ്പോൾ ഒരഴിമതിക്കാരനും ഒരു ദാക്ഷിണ്യവും ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തെളിയും എന്നുള്ള കാര്യത്തിൽ സംശയം. ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ 3 വർഷം പിന്നിടുമ്പോഴാണ് ആദ്യഘട്ടത്തിൽ സ്വർണ്ണക്കടത്ത് എന്നൊരു ഗുരുതരമായ ആക്ഷേപവും ED അന്വേഷണവും ഉലക്കാടുകളൊക്കെയുള്ള വാർത്തകളും ഒക്കെ വരുന്നതും അത് അന്വേഷണം നടക്കുന്നു. രണ്ടാം പിണറായി സർക്കാർ 2 വർഷം പൂർത്തിയാക്കി ബജറ്റ് അടക്കം. ലാലു പ്രസാദ് യാദവിന്റെ കാലിത്തീറ്റ കുംഭകോണം 90-ലാണ് നടക്കുന്നത്. ലാലു പ്രസാദ് യാദവ് ജയിലിൽ പോയത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ്? സോണിയാഗാന്ധിയും മകനും പ്രതിയായിട്ടുള്ള നാഷണൽ ഹെറാൾഡ് കേസിൽ അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് 8 വർഷത്തിന് ശേഷമാണ്. കാരണം കേസുകൾ വരുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അതിനെ ബന്ധിപ്പിക്കുന്ന തെളിവുകളുണ്ടോ, അതിനാവശ്യമായിട്ടുള്ള നിഗമനങ്ങളിലെത്താൻ പത്രങ്ങൾ എഴുതിയതുകൊണ്ടോ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചതുകൊണ്ടോ അല്ല. അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങൾ വേണം. ആ അന്വേഷണങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസും മുങ്ങില്ല, ലാവ്ലിൻ കേസും മുങ്ങില്ല, ഡോളർ കടത്ത് കേസും മുങ്ങില്ല, മാസപ്പടി കേസും മുങ്ങില്ല. നിങ്ങൾ അങ്ങനെ ഒരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് തൽക്കാലത്തേക്ക് ആശ്വസിക്കാമെന്നല്ലാതെ ഈ കേസുകളൊന്നും മുങ്ങില്ല. ഈ കേസുകളെല്ലാം ശരിയായ നിലയിൽ പരിശോധിക്കപ്പെടും, തലനാരിഴ കീറി പരിശോധിക്കും. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ ക്യാപ്സൂളൊന്നും സുപ്രീം കോടതിയിൽ പോയിട്ട് വിജയിച്ചില്ല ആണല്ലോ. അല്ലല്ലോ, ഒന്നുമല്ല. കേരള ഗവൺമെന്റ് എന്ന് പറയുന്ന ഇതുപോലത്തെ യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ്. സർക്കാരിന് ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെ ഞാൻ പറയട്ടെ എന്തുകൊണ്ടാണ് കേന്ദ്രവിഹിതത്തിൽ കാലതാമസം ഉണ്ടാവുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ധനകാര്യമന്ത്രി വളരെ വ്യക്തമായി ഓരോ സ്കീമിനെ കുറിച്ചും ഇപ്പൊ പറയുന്നത് പെൻഷന് കേന്ദ്രവിഹിതം ഉണ്ടായിരുന്നു എന്ന് ഇത്രയും കാലം പറഞ്ഞില്ലല്ലോ.
കേന്ദ്രവിഹിതം വൈകുന്നത് കൊണ്ടാണ് പെൻഷൻ മുടങ്ങുന്നത് എന്നുള്ള മുടന്തൻ ന്യായമാണ് പറഞ്ഞത്. സഹകരണ ബാങ്കിലെ ജീവനക്കാരെ കക്ഷത്ത് ദേശാഭിമാനിയും ചിന്തയും വെച്ചിട്ട് വീടുകളിൽ കൊണ്ടുപോയി പെൻഷൻ കൊടുക്കുമ്പോൾ ഇത് എടുത്തു കൊടുക്കുന്നത് പിന്നെ ഞങ്ങളുടെ സർക്കാരാണ് എന്ന് രാഷ്ട്രീയമായി അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. സൗജന്യമായി കൊടുക്കുന്ന അരിക്ക് പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമ്പോൾ ഇതിലൊന്നും രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോ ഇതെല്ലാം കേന്ദ്രം തരുന്നതാണ് എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കേന്ദ്ര ഗവൺമെന്റ് ഏത് കാര്യത്തിലാണ് കേരളത്തിൽ പണം നൽകാത്തത്? ഞാൻ ഒന്ന് രണ്ട് നിങ്ങൾക്ക് ഇത്രയും ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ഇപ്പൊ സൗജന്യമായി ഒരു പാവപ്പെട്ടവന് 5 കിലോ അരി എല്ലാ മാസവും സൗജന്യമായിട്ട് എത്ര ആളുണ്ടോ അത്ര ആൾക്ക് കൊടുക്കുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്ന അരി ഉണ്ടല്ലോ, കേരളം കൊടുക്കുന്നു എന്ന് പറയുന്ന അരി 29 രൂപയുടെ സബ്സിഡി സെൻട്രൽ ഗവൺമെന്റ് ആണ്. 32 രൂപയാണ്. അല്ല, ഇതൊക്കെ വർത്തമാനമല്ല. അതെങ്ങനെയാ? അത് നിങ്ങൾ സാധാരണ ജനങ്ങളോടാണ് നിങ്ങൾ മാധ്യം സംസാരിക്കുന്നത് അല്ലേ? അതൊന്നും പറയുന്നില്ല. എവിടെയും അത് നിങ്ങളെ രാഷ്ട്രീയമായിട്ട് ഞാൻ പറയുന്നത് ഈ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള പോയിന്റ് എവിടെയും നിലനിൽക്കുന്നതല്ല. അത് പറയുന്നവർക്കും അറിയാം അത് നിലനിൽക്കുന്നതല്ല. കേന്ദ്രം കേരളത്തെ അവഗണിച്ചിട്ടില്ല. 2004 മുതൽ 14 വരെ കേരളത്തിന് കിട്ടിയ സാമ്പത്തിക സഹായം, ടാക്സ് ഷെയർ, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, അതിനുശേഷം വന്ന GST കോമ്പൻസേഷൻ, വൻകിട പദ്ധതികൾ, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചത്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടത്തുന്ന പദ്ധതികൾക്ക് അനുവദിച്ചത് എല്ലാം വ്യക്തമായിട്ടുള്ള കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്, പബ്ലിക് ഡൊമൈനിലുണ്ട്. അതുകൊണ്ട് ഈ പുത്തരിക്കണ്ട പ്രസംഗം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് ഒരു ആശ്വാസത്തിന് വേണ്ടി അവർ പറയുന്നതാണ്. കേരളത്തിലെ ജനങ്ങൾ ആരും ഇത് മുഖവിലേക്ക് എടുക്കാൻ പോകുന്നില്ല.